ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവരെയും തനിമയിലേക്ക് എന്ന കൂട്ടായ്മ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനം നമ്മുടെ ആത്മീയ വളർച്ചയ്ക്കും തമ്മിലുള്ള കൂട്ടായ്മ ബലപ്പെടുത്തുന്നതിനും സഹായമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 15-ാമത്തെ വാക്യം. യേശു അവളോട്, സ്ത്രീയെ, നീ കരയുന്നത് എന്ത്? ആരെ തിരയുന്നു എന്ന് ചോദിച്ചു. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളിൽ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ആദ്യമായി തന്നെ വെളിപ്പെടുത്തുന്നത് പാപിനി എന്ന മുദ്ര കൊണ്ടിരുന്ന ഒരു പാവപ്പെട്ട സ്ത്രീക്കുമായിരുന്നു. ലോകം അവളെ പാപിനി എന്ന് കണ്ടു. എന്നാൽ കർത്താവ് താൻ ജീവിച്ചിരുന്നപ്പോൾ തന്നെ അവൾ തനിക്ക് പ്രിയപ്പെട്ടവളാണെന്ന് സാക്ഷിക്കുകയും ചെയ്തു. ശിമോൻ്റെ വീട്ടിൽ അത്താഴത്തിലിരിക്കുമ്പോൾ തൈലാഭിഷേകം കർത്താവിൻ്റെ പാദത്തിങ്കൽ നടത്തിയ ഈ സ്ത്രീ തൈലാഭിഷേകം ചെയ്യുമ്പോൾ മറ്റുള്ളവർ അവളെ കുറ്റപ്പെടുത്തുമ്പോൾ കർത്താവ് പറയുന്നു, അവൾ അധികം പാപം ക്ഷമിക്കപ്പെട്ടവളായതുകൊണ്ട് അവളധികം സ്നേഹിക്കുന്നു. കർത്താവിനെ അധികമായി സ്നേഹിക്കുന്നവരെ കർത്താവും സ്നേഹിക്കുന്നു. നമ്മുടെ സ്നേഹത്തെ നമ്മുടെ കർത്താവ് നിസ്സാരമായി കണക്കാക്കുന്നില്ല, വളരെ വിലയേറിയതായി കണക്കാക്കുന്നു. നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ ദുഃഖങ്ങൾ, നമ്മുടെ നെടുവീർപ്പുകൾ, നമ്മുടെ ആവലാതികൾ, കണ്ണുനീര് എന്ന് വേണ്ട നമ്മുടെ സമസ്ത ആവശ്യങ്ങളെയും അറിയുന്ന നമ്മുടെ കർത്താവ് നമ്മോട് കൂടെ. ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ വാഗ്ദത്തം അതാണല്ലോ, ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കും. കർത്താവിൻ്റെ സാന്നിധ്യം എല്ലായ്പ്പോഴും നമ്മോടുകൂടെ. ആ സാന്നിധ്യബോധം ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരികയാണെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ തന്നെ ശുദ്ധീകരിക്കാനായിട്ട് വളരെയധികം കഴിവ് നമുക്ക് സിദ്ധിക്കും. കാരണം നാം നിരൂപിക്കുന്നതും നാം പറയുന്നതും നാം ചെയ്യുന്നതും നാം കേൾക്കുന്നതും നാം ചെവി കൊടുക്കുന്നതും നാം ശ്രദ്ധിക്കുന്നതുമായ കാര്യങ്ങൾ നമ്മോട് കൂടെയുള്ള കർത്താവ് കണ്ടും കേട്ടും അറിഞ്ഞും കൊണ്ടിരിക്കുകയാണ്. കർത്താവിന് ഇഷ്ടമില്ലാത്ത പ്രവൃത്തികൾ നാം ചെയ്യുമ്പോൾ കർത്താവ് നമ്മോടുകൂടെ ഇരിക്കും, നമ്മെ താങ്ങും, നമ്മെ സഹായിക്കും എന്ന് നാം കരുതിയാൽ അത് ഒരു മിഥ്യാധാരണയായിത്തീരും. ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി നാം ചെയ്യുമ്പോൾ ദൈവം നമ്മെ താങ്ങുവാൻ, നമ്മെ ശക്തീകരിക്കുവാൻ നമ്മോടുകൂടെ ഉണ്ടായിരിക്കും. പാപിനിയായ മറിയ, ആ മറിയ കർത്താവ് താൻ ലോകത്തിൽ ജീവിച്ചിരുന്നപ്പോൾ തന്നെ സ്നേഹിക്കുകയും തന്നെ കരുതുകയും വാത്സല്യത്തോടെ തന്നോട് ഇടപെടുകയും ചെയ്ത കർത്താവിനെ അത്രമാത്രം അവൾ സ്നേഹിച്ചിരുന്നു. കാരണം ലോകം മുഴുവനും അവളെ പഴിച്ചപ്പോൾ മറ്റുള്ളവർ എല്ലാം അവളെ നിന്ദയോടെ, വെറുപ്പോടെ, മുൻവിധിയോടെ കണ്ടപ്പോൾ കർത്താവ് അവൾക്ക് ഏറ്റവും അടുത്ത സഖിയായിരുന്നു. അവളുടെ സങ്കടങ്ങളൊക്കെയും അറിയിക്കുവാൻ കർത്താവ് അവൾക്ക് സമീപസ്ഥനായിരുന്നു. ഏത് സമയത്തും ആരുടെ മുൻപിലും കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു ചെല്ലുവാനുള്ള പ്രത്യേക അഭിഷേകം അവൾക്ക് കർത്താവിൽ നിന്ന് ലഭിച്ച പാപമോചനത്തിൽ കൂടെ അവൾക്ക് ലഭിച്ചിരുന്നു.
ആ അഭിഷേകത്തിൻ്റെ തണലിൽ ആ കർത്താവിൻ്റെ സാന്നിധ്യം എല്ലായ്പ്പോഴും ആഗ്രഹിച്ചിരുന്നു. ശാരീരിക മരണം മൂലം തന്നിൽ നിന്ന് വേർപെട്ടുപോയ അരിമനാഥനെ കാണുവാൻ അവൻ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള വിശ്വാസം തനിക്കുണ്ടായിരുന്നു. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളിൽ സുഗന്ധവർഗം പൂശുവാനായി യേശുവിൻ്റെ അടുക്കിലേക്ക് ചെന്ന മറിയ, അതും അധികാലത്ത് ഇരുട്ടുള്ളപ്പോൾ യേശുവിനെ കാണുവാനായിട്ട് കടന്നു ചെന്ന മറിയ, യേശുവിൻ്റെ ഭൗതിക ശരീരം അല്ല കണ്ടത്, പിന്നെയോ ജീവനുള്ള തന്നോട് സംസാരിക്കുന്ന, തന്നെ ആശ്വസിപ്പിക്കുന്ന, തന്നെ ധൈര്യപ്പെടുത്തുന്ന കർത്താവിനെ തന്നെയാണ് കണ്ടത്. യേശുവിൻ്റെ ശരീരത്തിൽ പൂശുവാൻ വിലയേറിയ തൈലം അവൾ കൊണ്ടുവന്നു എങ്കിലും അതൊക്കെയും കർത്താവിൻ്റെ സന്നിധിയിൽ അപ്രസക്തമായിരുന്നു. ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ മുൻപിൽ ശക്തമായ പ്രസക്തമായ കാര്യം, ആ സ്ത്രീ കരയുന്നു. എന്തിനാണ് കരയുന്നത്? അത് ആരാഞ്ഞറിയുവാൻ കർത്താവ് അവളോട് ചോദിക്കുകയാണ്, നീ കരയുന്നത് എന്ത്? ചരിത്രത്തിൻ്റെ ആരംഭം മുതൽ കരയുന്നവരെ തേടി ഇറങ്ങി വരുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ കാണുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ മരുഭൂമിയിൽ തൻ്റെ കുഞ്ഞിനെ ദാഹജലം ഇല്ലാതെ നിലവിളിക്കുന്ന ഒരു മാതാവിൻ്റെ അടുക്കിലേക്ക് ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വരികയാണ്. നീ എന്തിനു നിലവിളിക്കുന്നു? ആഗാർ മരുഭൂമിയിൽ തൻ്റെ കുഞ്ഞിന് ദാഹജലം കൊടുക്കുവാനില്ലാതെ നിലവിളിച്ചപ്പോൾ ദൈവം അത് കേട്ടു എന്ന് വേദപുസ്തകം രേഖപ്പെടുത്തുന്നു. ജീവിതത്തിൽ എന്തെല്ലാം പാളിച്ചകൾ വന്നാലും കരയുന്ന ഒരു വ്യക്തിയുടെ അടുക്കലേക്ക് ദൈവം തൻ്റെ ദൂതനെ അയക്കുന്നു, ആശ്വസിപ്പിക്കുവാൻ, സമാധാനപ്പെടുത്തുവാൻ, പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ. കുഞ്ഞ് മരുഭൂമിയിൽ മരിക്കുന്നത് എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് കുഞ്ഞ് കിടക്കുന്നതിടത്തു നിന്നും ഒരു കല്ലേറ് ദൂരെ ഹാഗാർ പോയി നിന്ന് ഉയരത്തിലേക്ക് നോക്കി നിലവിളിക്കുകയാണ്. അവിടെ ദൈവം അവിടെ ഇടപെട്ട് അവളുടെ കണ്ണ് തുറന്നു. നീ കുഞ്ഞ് കിടക്കുന്നതിൻ്റെ അടുത്ത് തന്നെ ഒരു നീരുറവ അവൾക്ക് വേണ്ടി തുറന്നു കൊടുത്തു. വേണ്ടുവോളം ജലം കുടിച്ച് ക്ഷീണം മാറ്റി ഈ ലോകത്തിൽ ജീവിക്കുവാൻ കൊള്ളാകുന്നവരായി ആ കുഞ്ഞിനെ തീർത്തതായും നാം വേദപുസ്തകത്തിൽ നിന്നും പഠിക്കുന്നു. ഹന്ന ദൈവസന്നിധി കരഞ്ഞു. അവളുടെ ഭവനത്തിലുള്ള പീഡനം നിമിത്തം അവൾ വളരെയധികം ദുഃഖിച്ചു. ദൈവസന്നിധിയിൽ അവൾ നിലവിളിച്ചപ്പോൾ ദൈവം അവളുടെ പ്രാർത്ഥന കേട്ടു. അവൾക്ക് അവളുടെ ആഗ്രഹത്തെ സാധിച്ചു കൊടുത്തു. ഇന്നും നിലവിളിക്കുന്ന തൻ്റെ ജനങ്ങളുടെ പ്രാർത്ഥന കേൾക്കുവാൻ ദൈവം സാഗൂതം ശ്രദ്ധിച്ചിരിക്കുന്നു എന്നുള്ളത് പലപ്പോഴും നാം മറന്നു പോകുന്നു. കാരണം നാം ആഗ്രഹിക്കുന്ന, നാം വാഞ്ചിക്കുന്ന പല അനുഗ്രഹങ്ങളും നമുക്ക് നഷ്ടപ്പെടുമ്പോൾ നാം ശാസ്ത്രത്തിൻ്റെ മറവിൽ അത് അസാധ്യം എന്ന് കരുതി ആ ദുഃഖത്തെ നെടുവീർപ്പായി ജീവിതകാലം മുഴുവനും കൊണ്ട് നടക്കുന്നു.
ദൈവസന്നിധിയിൽ നമ്മുടെ ഭാരങ്ങളും പ്രയാസങ്ങളും സമർപ്പിക്കുമ്പോൾ ആ കണ്ണുനീര് ദൈവസന്നിധിയിൽ ചെല്ലുന്നു എന്നുള്ളത് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ഭക്തന് സന്തോഷവും ആശ്വാസവും നൽകുന്നതാണ്. അവ സൗമ്യതയോടെ താഴ്മയോടെ ദൈവം എനിക്ക് തന്നതാണ് എന്ന വിശ്വാസത്താൽ നാം അതിനെ ഏറ്റുകൊള്ളുമ്പോൾ ദൈവം അവയെ ഏറ്റെടുത്ത് അതിനെ പ്രതിവിധി കണ്ടെത്തുന്നു. ഇന്നും ദൈവത്തിൻ്റെ ശക്തി കുറഞ്ഞിട്ടില്ല എന്നുള്ളത് നമുക്ക് ഓർക്കാം. ഇന്നും ദൈവത്തിൻ്റെ കൈ കുറുകിയിട്ടില്ല എന്ന് നമുക്ക് ഓർക്കാം. ദൈവശക്തിയെ സംശയിക്കാതെ, ദൈവസ്നേഹത്തെ സംശയിക്കാതെ ദൈവത്തിൽ ആശ്രയിച്ചാൽ ഇന്നും അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ ചുറ്റിൽ നിന്നും പല സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക. മാറാ രോഗങ്ങൾ മാറിപ്പോകുന്നത്, ജീവിത പ്രതിസന്ധികൾ മാറിപ്പോകുന്നത്, ജീവിതത്തിലെ പോരാട്ടങ്ങൾ വിജയിക്കുന്നത് എന്ന് വേണ്ട ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഇന്ന് അത്ഭുത സാക്ഷ്യം നടന്നുകൊണ്ടിരിക്കുന്നു. നാം പലപ്പോഴും നമ്മുടെ പ്രശ്നങ്ങൾക്ക് ശാസ്ത്രത്തിൻ്റെ മറവിൽ നിന്നുകൊണ്ട് അതിന് ഒരു സ്വാഭാവിക പ്രശ്നമാകുന്നു, അതിന് പരിഹാരമില്ല എന്ന് കരുതി ദൈവത്തോട് നിലവിളിക്കുവാൻ നാം അവഗണന കാണിക്കുന്നു എന്നുള്ളതാണ് സത്യം. ശാസ്ത്രമാണ് നമുക്ക് വലുത് എന്ന് നാം കരുതുന്നു, ശാസ്ത്രം സത്യമാണ് എന്ന് നാം കരുതുന്നു. എന്നാൽ ജീവനില്ലാത്തടത്ത് ഒരു വാക്കിനാൽ സകലത്തെ സൃഷ്ടിച്ചവനായ ദൈവം ഇന്നും ജീവിക്കുന്നുവെന്ന സത്യം നമുക്ക് മറക്കാതെയിരിക്കാം. ഒരു വാക്കിനാൽ, ഉണ്ടാകട്ടെ എന്ന ഒരു വാക്കിനാൽ ഈ ഭൂമിയെ മുഴുവനും സൃഷ്ടിച്ച ദൈവം ഇന്നും തൻ്റെ മഹിമയിൽ കുറവില്ലാത്തവനായി ജീവിക്കുന്നതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ദൈവത്തെ പൂർണ്ണമായി വിശ്വസിക്കുവാനും ദൈവകരങ്ങളിൽ നമ്മുടെ സങ്കടങ്ങളെയും ആധികളെയും സമർപ്പിക്കുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തരാക്കട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കാം. നമ്മെ വേദനിപ്പിക്കുന്ന, നമ്മെ കാർന്നു തിന്നുന്ന ഒട്ടനവധി മാനസിക പീഡകൾ അനുഭവിക്കുന്നവർ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചുറ്റിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവയുടെ മധ്യത്തിൽ പലപ്പോഴും നാം ശാസ്ത്രത്തിൽ ആശ്രയിച്ചുകൊണ്ട്, ശാസ്ത്രീയ നേട്ടങ്ങളിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവപ്രവൃത്തിക്ക് നമ്മൾ അതിര് വയ്ക്കുന്നവരല്ലേ എന്ന് നമുക്ക് ശോധന ചെയ്യാം. ചെങ്കടലിനെ പിളർക്കുവാനായിട്ട് കഴിഞ്ഞ ദൈവം ഇന്നും ജീവിക്കുന്നില്ലയോ? മരുഭൂമിയിൽ ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് മന്ന പകർന്നു കൊടുത്ത ദൈവം ഇന്നും ജീവിക്കുന്നില്ലയോ? ഇന്ന് നമുക്ക് ചെയ്യുവാൻ ദൈവം അവശേഷിപ്പിക്കുന്ന ഒരു കാര്യം, നമ്മുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുവാൻ ദൈവത്തോട് നിലവിളിക്കുന്ന ജീവിതങ്ങൾ ദൈവത്തിന് കാഴ്ചവെക്കുവാനാണ്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് കരയുന്ന ഒരു സ്ത്രീയുടെ അടുത്തേക്കാണ്. അവളോട് ചോദിക്കുന്നു, ഉയർത്തെഴുന്നേറ്റ കർത്താവ് ആദ്യമേ തിരക്കുന്ന കാര്യം, സ്ത്രീയെ നീ കരയുന്നത് എന്ത്? ഇന്ന് നമ്മുടെ ഉള്ളിലെ നെടുവീർപ്പുകൾ, നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ ആവലാതികൾ, നമ്മുടെ ആവശ്യങ്ങൾ ഹൃദയഭാരത്തോടെ ദൈവത്തോട് അറിയിക്കുവാൻ ഉള്ള
വിശ്വാസം നമുക്ക് ആർജിച്ചെടുക്കേണ്ടിയിരിക്കുന്നു. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും. എൻ്റെ ദൈവം എന്നെ ശുഭകരമായി നടത്തും. എൻ്റെ ദൈവം എന്നെ മറ്റുള്ളവരുടെ മുൻപിൽ നിന്ദതയാകുവാൻ സമ്മതിക്കുകയില്ല എന്നുള്ള ഒരു വിശ്വാസദാർഢ്യം നാം പ്രാപിച്ചെടുക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ആവശ്യങ്ങളെയും നമ്മുടെ നെടുവീർപ്പുകളെയും നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുവാൻ കർത്താവ് ഇന്നും ജീവിക്കുന്നു. ഈ സ്ത്രീ ഒറ്റയ്ക്കുള്ളപ്പോൾ കർത്താവ് ഒറ്റയ്ക്കാണ് അവളുടെ അടുക്കൽ വന്നത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധേയമാണ്. ലോകത്തിലെ അനേക കോടി ജനങ്ങൾ ഉണ്ട് എങ്കിലും കരയുന്ന ഓരോ വ്യക്തിയെയും ദൈവം പ്രത്യേകമായി സംരക്ഷിക്കുന്നു. നെടുവീർപ്പിടുന്ന ഓരോ വ്യക്തിയുടെ സങ്കടങ്ങളെ കർത്താവ് പ്രത്യേകം വ്യക്തിപരമായി മറ്റാരും അറിയാതെ താൻ തന്നെ അതിൽ ഇടപെട്ട് അവളുടെ സങ്കടങ്ങളെ തീർക്കുന്നു എന്നുള്ളത് എത്ര ആശ്വാസകരമാണ്. ആരുടെയും സഹായം കർത്താവിന് ആവശ്യമില്ല. നമ്മോട് ഇടപെടുന്നതിന് നമ്മുടെ ഹൃദയം തകരണം. ഹൃദയം തകർന്നവർക്ക് അവൻ സമീപസ്ഥനാകുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥനായൊരു ദൈവം ഇന്നും ജീവിക്കുന്നു. മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഹൃദയം നുറുക്കത്തോടെ കർത്താവിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. കർത്താവേ, നീ എനിക്ക് സമീപസ്ഥനായി അനുഭവപ്പെടുവാൻ ഈ ദിവസത്തിൽ എന്നേക്ക് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം.